രണ്ടാമത്തെ ഒരു കാരണം അൻവറാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള സാധ്യത കാണില്ല. എന്നാൽ അവിടെ നിന്ന് വോട്ട് കിട്ടാനും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ നിലമ്പൂരാണ്. അപ്പൊ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുക എന്നുള്ളത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് അൻവറായിരിക്കും. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു ഫാക്ടർ ഉണ്ട്. അതാണ് ഇതിൽ ഷൗക്കത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, ലീഗാണ്. ഈ ലീഗുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് ആത്മാഭിമാനമുള്ള കുറെ മനുഷ്യരാണ്. അവരുടെ വോട്ടൊന്നും ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാൻ പോകുന്നില്ല. അത് ഷൗക്കത്താവട്ടെ, അദ്ദേഹത്തിന്റെ പിതാവാവട്ടെ, ലീഗുമായി ഇതിനു മുന്നേ നടത്തിയ പരാമർശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാണക്കാട് കുടുംബത്തെയൊക്കെ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലീഗിന്റെ വോട്ട് ഷൗക്കത്തിന് കിട്ടില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നതിന്റെ കാറിലിരുന്നു കൊണ്ടാണെങ്കിൽ പോലും LDF സർക്കാരിന്റെ വികസന നയത്തിന്റെ മഹത്തരമായ ഒരു മാതൃക ഞാനന്ന് ക്യാമറ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 35 വർഷത്തോളം നിലമ്പൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥി വിജയിച്ചു പോയി അദ്ദേഹം മന്ത്രി പോലുമായിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വികസനമാണ് നിലമ്പൂരിനെയും വണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം. അത് കൊണ്ടുവരാൻ നിലമ്പൂരിൽ ഒരു ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. നമസ്കാരം. ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും സഖാവ് M സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടാൻ പോകുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൽ കാരണങ്ങൾ 3-4 ഉണ്ട്. എന്നാലും ഞാൻ ചുരുക്കി പറയാം. ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ 2 പേരുകളായിരുന്നു കേട്ടിരുന്നത്. ഒന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, 2 അഡ്വക്കേറ്റ് ശ്രീ VS ജോയ്. അപ്പോൾ VS ജോയ്ക്ക് കിട്ടേണ്ട സീറ്റായിരുന്നു അവസാനം നറുക്ക് വീണത് ആര്യാടൻ ഷൗക്കത്തിനായി. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. 6 മാസം കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും അടുത്ത തവണയും സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തായിരിക്കും. ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, മീൻസ് ഈ തവണ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത തവണ ഇലക്ഷനിൽ നിലമ്പൂർ സീറ്റ് സ്വാഭാവികമായിട്ടും ആർക്ക് ചെല്ലും? VS ജോയ്ക്ക് ചെല്ലും. ആ VS ജോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ വോട്ടൊന്നും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. UDF സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് മോറലായിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് സപ്പോർട്ട് VS ജോയ് പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇലക്ഷന്റെ ടൈമിൽ വോട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അത് നേരെ പോകാൻ പോകുന്നത് M സ്വരാജിനായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം അൻവറാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള സാധ്യത കാണില്ല. എന്നാൽ അവിടെ നിന്ന് വോട്ട് കിട്ടാനും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ നിലമ്പൂരാണ്. അപ്പൊ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുക എന്നുള്ളത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് അൻവറായിരിക്കും. ഷൗക്കത്ത് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ അടുത്ത തവണ UDF സ്വാധീനം ചെലുത്തിയിട്ട് UDFന്റെ സ്വതന്ത്രനായിട്ട് ഇവിടെ അൻവർ മത്സരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഷൗക്കത്തിന്റെ തോൽവിക്ക് കാരണം ഞാനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സീറ്റ് വരാം, നിങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വോട്ടുകളൊക്കെ അത് UDF പോകാൻ സാധ്യതയില്ല. ഒന്നുകിൽ അത് അൻവറിന് കിട്ടും, അല്ലെങ്കിൽ അത് നേരെ നമ്മുടെ സ്വരാജിലേക്ക് എത്തും. ഫോണ് താഴെ പോകണം. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം പ്രകാശേട്ടനും കുടുംബമാണ്. ഇവിടെ കഴിഞ്ഞ തവണ പ്രകാശേട്ടനെ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ട കാര്യങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പ്രകാശേട്ടനെ തോൽപ്പിച്ചത് ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. നമ്മുടെ ഒരു കരക്കമ്പി വരക്കുന്നുണ്ട്. എൻ്റെ തെളിവൊന്നുമില്ല കേട്ടോ. തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. എന്നാലും അങ്ങനെ ഒരു സംസാരമുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതൊക്കെ അദ്ദേഹം പ്രകാശേട്ടന്റെ ക്യാമ്പയിനിൽ സ്റ്റേജിലേക്ക് വന്ന സമയത്ത് കൈ പോലും കൊടുക്കാൻ വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ആ പ്രകാശേട്ടനുമായി ബന്ധപ്പെട്ട വോട്ടുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതും അല്ലെങ്കിൽ എടക്കര ഭാഗത്തുള്ള വോട്ടുകളൊന്നും ഷൗക്കത്തിന് കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അതും നമ്മുടെ സമ്പന്നതനായ സഖാവ് M സ്വരാജിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു ഫാക്ടർ ഉണ്ട്. അതാണ് ഇതിൽ ഷൗക്കത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, ലീഗാണ്. ഈ ലീഗുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് ആത്മാഭിമാനമുള്ള കുറെ മനുഷ്യരാണ്. അവരുടെ വോട്ടൊന്നും ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാൻ പോകുന്നില്ല. അത് ഷൗക്കത്താവട്ടെ, അദ്ദേഹത്തിന്റെ പിതാവാവട്ടെ, ലീഗുമായി ഇതിനു മുന്നേ നടത്തിയ പരാമർശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാണക്കാട് കുടുംബത്തെയൊക്കെ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലീഗിന്റെ വോട്ട് ഷൗക്കത്തിന് കിട്ടില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒന്നും വോട്ട് ഷൗക്കത്തിന് കിട്ടുന്നില്ല. അത് നേരെ നമ്മുടെ സഖാവ് M സ്വരാജിനാണ് കിട്ടുക. ഇതിന്റെ അപ്പുറത്തായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന നയങ്ങളാണ്. ഇനി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരോടാണ്. നാടിന്റെ നന്മയ്ക്കായി, നാളേക്കായി, നാടിന്റെ വികസനത്തിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും സഖാവ് M സ്വരാജിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നതിന്റെ കാറിലിരുന്നു കൊണ്ടാണെങ്കിൽ പോലും LDF സർക്കാരിന്റെ വികസന നയത്തിന്റെ മഹത്തരമായ ഒരു മാതൃക ഞാനന്ന് ക്യാമറ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക്
കാണാവുന്നതാണ്. കഴിഞ്ഞ 35 വർഷത്തോളം നിലമ്പൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥി വിജയിച്ചു പോയി അദ്ദേഹം മന്ത്രി പോലുമായിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വികസനമാണ് നിലമ്പൂരിനെയും വണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം. അത് കൊണ്ടുവരാൻ നിലമ്പൂരിൽ ഒരു ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. നമുക്കറിയാം നിലമ്പൂരിൽ ഏറെ നാളായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു നിലമ്പൂരിന് ഒരു ബൈപ്പാസ് വേണമെന്നുള്ളത്. ആ സ്വപ്നവും ഏറെക്കുറെ നിറവേറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. LDF സർക്കാരിന്റെ വികസന നയങ്ങളെ കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടെ നിലമ്പൂരിലെ നല്ലവരായ വോട്ടർമാരോട് സഖാവ് M സ്വരാജിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നും താഴ്മ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.